ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അറേബ്യൻ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് ആണ്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അതുപോലെ നമുക്കിത് മിക്സി ഒന്നും യൂസ് ചെയ്യാതെ ഇത് നമ്മൾ വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഒരാഴ്ചയൊക്കെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാനും പറ്റും. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു മുന്തിരി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കിലോ മുന്തിരി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ജ്യൂസ് സ്റ്റോർ ചെയ്ത് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ്, ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതിലും. അതുകൊണ്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് 1 കിലോ മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ചെയ്താൽ മതി. അപ്പോൾ മുന്തിരിയിൽ നന്നായിട്ട് തന്നെ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മുന്തിരിയിലൊക്കെ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഉതിർത്തെടുക്കുകയാണ് ഞാൻ എല്ലാ മുന്തിരിയും. അപ്പോൾ ഉതിർത്തെടുത്തതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കും. എപ്പോഴും ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ്. ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഒന്നങ്ങ് കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആണ് യൂസ് ചെയ്യാറ് എപ്പോഴും. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇത് വെള്ളത്തിലിട്ട് വെക്കാറ്. അപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം, ഈ മുന്തിരീനെ. അപ്പോൾ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് മുന്തിരികൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ മുന്തിരി മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഉള്ളിലെ പൾപ്പ് അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിത് തിള വന്ന് തുടങ്ങുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മുന്തിരിയൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലി ഇങ്ങനെ ജസ്റ്റ് അടർന്ന് വരുമ്പോൾ സമയത്താണ് ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് തന്നെ നല്ല തണുത്ത വെള്ളം നമ്മൾ അടുത്ത് തന്നെ വെക്കണം. ഒരു 3-4 ഗ്ലാസ്സോളം തണുത്ത വെള്ളം ഞാൻ ഒരു ബൗളിലായിട്ട് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൾപ്പ് തീരെ പൊട്ടാതെ കിട്ടണമെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിനി ഈ മുന്തിരികൾ ഇതുപോലെ ഒരു അരിപ്പയിലാക്കിയിട്ട് ഈ ഒരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കുറച്ചധികം മുന്തിരി തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. ബുദ്ധിമുട്ടെന്നല്ല, കുറച്ച് ടൈം എടുക്കും ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പക്ഷേ നമ്മളിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒരാഴ്ച വരെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. പിന്നെ ഇത് രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്, വളരെ നല്ലതാണ്. അതുപോലെ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് കൂടിയാണ്. എപ്പോഴും ഇത് ഉണ്ടാക്കി പിറ്റേ ദിവസമൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് വരാറ്. ഇനി നമുക്ക് ഈ ഒരു ഐസ് വാട്ടറിൽ നിന്ന് ഈ മുന്തിരിയുടെ പൾപ്പ് മാത്രം വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ആ മുന്തിരിയുടെ തൊലി നമ്മൾ നേരത്തെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ മുന്തിരി വേവിച്ചെടുത്ത വെള്ളത്തിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് പൾപ്പൊക്കെ ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്നങ്ങ് പിഴിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും പൾപ്പ് വേറൊരു ബൗളിൽ കണ്ടില്ലേ. ഇത് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ. ഇനി ഈ ബാക്കി വന്നിട്ടുള്ള തണുത്ത വെള്ളം കൂടി ഞാൻ നേരത്തെ നമ്മൾ പുഴുങ്ങിയെടുത്തില്ലോ ആ വെള്ളത്തിലേക്ക് ചേർക്കുകയാണ്. നമ്മുടെ ഐസ് വാട്ടർ കൂടി. ഐസ് വാട്ടർ ഇപ്പോൾ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. കുറേ മുന്തിരിയുടെ കുരുവൊക്കെ അടിയിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ കുറേ മുന്തിരിയുടെ കുരുവൊക്കെ ഇങ്ങ് പോരും. നന്നായിട്ട് വെന്തോണ്ടാണ് കുരു പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പൾപ്പ് അങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾ അധികം ചൂടാക്കാതെ ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം, നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഞാൻ ഇവിടെ ഏകദേശം 1/2 കപ്പും കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്തിരിയുടെ മധുരവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരം എത്രയാണോ അത്ര ചേർത്ത് കൊടുത്താൽ മതി. ഇത് തണുത്ത് വരുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് മധുരം വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടേ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ, അതായത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ ഗ്ലാസ് ജ്യൂസ് വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു അത്യാവശ്യം തിക്നെസ്സിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ നമുക്കിത് ഒരു അരിപ്പയിലേക്ക് അരിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പലർക്കും മടിയായിരിക്കും. കാരണം മിക്സി കഴുകുക, അതുപോലെ തന്നെ അരിപ്പയിലൊക്കെ അരിക്കുക എന്നൊക്കെ പറയുന്നത് കുറേ പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടാവും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് തണുപ്പിച്ച പൾപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. എന്നിട്ടിത് ഞാൻ ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം തണുത്തിട്ട് തന്നെയാണുള്ളത്. ഒന്നുകൂടി നന്നായിട്ട് ഒരു 3-4 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ മുന്തിരിയുടെ ഒക്കെ സീസണാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്